ഞാൻ പോയിക്കോട്ടെ. ഹായ് എവ്രിവൺ, വെൽക്കം ടു സെലീനാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കണം വളരെ ഒരു സിമ്പിളായ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ ഒരു മസാല ഞാൻ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കാണാം എങ്ങനെയാണ് ഈ വീഡിയോ, എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്നുള്ളത്. പക്ഷേ അതിക്ക് മുമ്പായിട്ട് എനിക്ക് പറയാനുണ്ട് ഒരു കാര്യം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഫിഷ് ഫ്രൈ ആണ്. മത്തി എന്നും പറയും, ചാളയെന്നും പറയും. എനിക്ക് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ഫ്രൈ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ ഫിഷ് മത്തി. ഞാനിവിടെ 4 കഷ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ കറിക്ക് വേണ്ടി വെച്ചേക്കണേണ്. ബാക്കി വേണ്ടത് നമുക്ക് വിനാഗിരി 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടതാണ് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണത്. എരിവിന് ഉപയോഗിക്കാൻ പോണത് കുരുമുളകാൻ. മഞ്ഞൾ ഞാൻ ഉപയോഗിക്കുന്നത് 1/2 ടീസ്പൂൺ. പിന്നെ ഉപ്പ് പാകത്തിന്. കുരുമുളക് ക്രഷ് ചെയ്തതാണ്, പൊടിയല്ല, ക്രഷ് ചെയ്തത്. ഇതായിരിക്കും എരിവ് മീനിന് കൊടുക്കാൻ പോണത്. അത് 1/2 ടീസ്പൂൺ. ഹീൻ 1/4 ടീസ്പൂൺ. പിന്നെയാണ് അജ്വൈൻ. അത് മലയാളത്തിൽ എന്താ പറയണതെന്ന് എനിക്ക് ശരിക്കറിയില്ല. ഇവിടെ എല്ലാവരും അജ്വൈൻ എന്നാണ് പറയണത്. ഞാൻ അത് നോക്കിയതിന് ശേഷം ഞാൻ കമൻറ്റ് സെക്ഷനിൽ അത് ഞാൻ എഴുതിയിടുന്നതാണ്. പിന്നെ വേണ്ടതാണ് 1 ഇഞ്ചി 2 വെളുത്തുള്ളി. അപ്പം നമുക്ക് അതിനി നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇഞ്ചി കഷ്ണമാണ് കേട്ടോ, ഒരു ചെറിയ കഷ്ണവും വെളുത്തുള്ളി 2 എണ്ണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ചതക്കാൻ പോകണതാണ്. ഞാനിവിടെ പേസ്റ്റ് റെഡിയാക്കി, നേരത്തെയൊക്കെ ഞാൻ പേസ്റ്റ് റെഡിയാക്കി വെക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ പേസ്റ്റ് റെഡിയാക്കി വെക്കില്ല. ആവശ്യമുള്ളപ്പോൾ തന്നെ ഞാനത് ഇതിൽ ചതച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അജ്വൈൻ ചേർന്നു. ചതച്ച കുരുമുളക് പൊടിയിട്ട് ചതക്കുന്നു. നമുക്കിനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനാഗിരി, എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് ആക്കുന്നു. വിനാഗിരി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നാരങ്ങ ഉപയോഗിച്ചാലും മതി. എരിവ് പാകത്തിനാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാശ്മീരി മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. എരിവ് ഇവിടെ കൊടുക്കുന്നത് കുരുമുളകാണ്. ഇനി നമുക്ക് മീനിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കിത് മൂടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളുടെ ഇവിടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞങ്ങൾ പുതിയ നല്ല റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.